നീരാജനങ്ങളും നമസ്കാരങ്ങളും നിറഞ്ഞ വൃശ്ചികത്തിലെ ഗുരുവായൂർ ഏകാദശി ദിവസം. ഈ കഴിഞ്ഞ ഡിസംബർ 1-ാം തീയതി പുലർച്ചെ 5 മണിക്ക് ഞങ്ങൾ വീട്ടിൽ നിന്നിറങ്ങി. താഴ്ന്നിറങ്ങുന്ന മഞ്ഞിനെയും നേരിയ കാഴ്ചയെയും വെല്ലുവിളിച്ചാണ് യാത്ര. റോഡരികിലുള്ള ഷെഡുകളിൽ നിന്നും കേരളത്തിൻ്റെ വികസനത്തിലെ പങ്കാളികളായ അതിഥി തൊഴിലാളികളുടെ സംസാരം കേൾക്കാം. റോഡ് വിജനമായതുകൊണ്ടാകാം 20 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ നടുത്തുടിയിലെത്തി. കുടുംബാംഗങ്ങളെല്ലാം നേരത്തെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. കുറച്ച് പ്രായശ്ചിത്ത കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് അന്നേ ദിവസം ഞങ്ങളെല്ലാവരും തറവാട്ടിൽ ഒത്തുകൂടിയത്. ഞങ്ങളുടെ നാട്ടിലെ തന്നെ ശാന്തിയായ സുകുമാരൻ ശാന്തിയും പരികർമ്മികളും പൂജാസാധനങ്ങളെല്ലാം ഒരുക്കുന്നുണ്ട്. നടപ്പരയിലിരുന്ന് വിലാസിനികളമ്മയും സുധേടത്തിയും തൃത്താപ്പൂവും തെച്ചിപ്പൂവും ഒക്കെ വൃത്തിയാക്കി വയ്ക്കുന്നുണ്ട്. അന്ന് ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് 3 പൂജകളാണ്: ഗണപതി ഹോമം, മൃത്യുഞ്ജയ ഹോമം, ഭഗവതി സേവ. പിന്നെ കൂടാതെ ഒരു ബാലശാലയ്ക്കുള്ള കുറ്റിയടിക്കലും കൂടെ ഉണ്ട്. ദേവദേവാദികളിൽ പ്രഥമസ്ഥാനീയനാണ് ഗണപതി ഭഗവാൻ. ഏതു കാര്യം തുടങ്ങുന്നതിന് മുൻപ് ഗണപതി ഭഗവാനെ വിളിച്ചാൽ തടസ്സം കൂടാതെ ആ പ്രവൃത്തി ഫലപ്രാപ്തിയിലെത്തും എന്നാണല്ലോ വിശ്വാസം. ഗണപതി ഹോമം നമുക്കറിയാം, അഗ്നിക്കാണ് പ്രാധാന്യം. എല്ലാ ദേവന്മാരുടെയും മുഖമാണ് അഗ്നി. എല്ലാ ഈശ്വരനും നമുക്കുമിടയിലുള്ള ഒരു മീഡിയേറ്ററായിട്ടാണ് അഗ്നിയെ കാണുന്നത്. നമ്മൾ എന്താണോ അഗ്നിയിലേക്ക് അർപ്പിക്കുന്നത് അത് ദേവനിലേക്ക് എത്തിക്കുന്ന ആളാണ് അഗ്നി. ഉമ്മർത്ത് 1/2 ഇഞ്ച് കനത്തിൽ പൂഴി വിരിച്ച് അതിനു മേലെ ഇഷ്ടിക വിരിച്ച് ഹോമകുണ്ഡമുണ്ടാക്കി. കൂടാതെ പല അലങ്കാര പണികളും ചെയ്തിട്ടുണ്ട്. ഗണപതി ഭഗവാനെ ഈ അഗ്നിയിലേക്ക് ആവാഹിച്ച് ആ അഗ്നി ഭഗവാന്റെ വായായി സങ്കല്പിച്ച് അതിലേക്ക് ഭഗവാൻ ഇഷ്ടപ്പെട്ട കൊട്ടത്തേങ്ങ, ശർക്കര, അവൽ, മലർ തുടങ്ങിയവ ഇട്ടുകൊടുത്ത് അദ്ദേഹത്തെ സന്തോഷിപ്പിക്കുന്ന പ്രവൃത്തിയാണ് ഗണപതി ഹോമം. നമ്മളിലെ ഈശ്വരാധീനം അല്ലെങ്കിൽ നമ്മളിലെ കഴിവുകൾ വർദ്ധിപ്പിക്കാനും ദോഷങ്ങളുണ്ടെങ്കിൽ അത് തീരാനുമാണല്ലോ ഗണപതി ഹോമം നടത്തുന്നത്. ഗണപതി ഹോമം കഴിഞ്ഞ് പ്രസാദവും കഴിച്ച് ഞങ്ങൾ ബാലശാലയുടെ കുറ്റിയടിക്കായിട്ട് കാവിലേക്ക് പോയി. ബാലശാലയുടെ കുറ്റിയടിയെല്ലാം കഴിഞ്ഞതിന് ശേഷമായിരുന്നു മൃത്യുഞ്ജയ ഹോമം. മരണത്തെ അതിജീവിക്കാൻ ശിവഭഗവാനെ പ്രീതിപ്പെടുത്തുന്ന പൂജയാണല്ലോ മൃത്യുഞ്ജയ ഹോമം. അകാല മരണം ഒഴിവാക്കാനും രോഗങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും മോചനം നേടാനും ദീർഘായുസ്സും ആരോഗ്യവും ലഭിക്കാനും മൃത്യുഞ്ജയ ഹോമം നടത്തുന്നതിലൂടെ കഴിയുമെന്നാണ് വിശ്വാസം. അമൃതവള്ളി, കറുത്ത എള്ള്, പാൽപ്പായസം തുടങ്ങിയവ അഗ്നിയിൽ ഹോമിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. കുടുംബാംഗങ്ങളുടെ നാളും പേരും പറഞ്ഞുകൊണ്ടാണ് ഹോമം നടത്തുക. മഹാമൃത്യുഞ്ജയ മന്ത്രമാണ് ഹോമത്തിൽ ഉരുവിടുന്നത്. തറവാട്ടിൽ പ്രശ്നം വെച്ചപ്പോൾ ആപത്തുകൾ കൂടുതലായി ലക്ഷണം പറഞ്ഞപ്പോൾ ആ ആപത്തുകളുടെ ശാന്തിക്കായാണ് ഹോമം നടത്തുന്നത്. മൃത്യുഞ്ജയൻ ശിവനാണ്. മൃത്യുവിൽ നിന്നും നമ്മെ രക്ഷിക്കേണ്ട ആൾ ശിവനാണ്. സംഹാരത്തിൻ്റെ മൂർത്തിയാണ് ശിവൻ. ആ സംഹാരത്തിൻ്റെ മൂർത്തിയെ ഹോമകുണ്ഡത്തിലേക്ക് ആവാഹിക്കുന്നു. ഹോമകുണ്ഡത്തിന് വലതുഭാഗത്ത് പത്മമിട്ട് പൂജിച്ച് ശർക്കര പായസം നിവേദിച്ച് ശിവചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഹോമകുണ്ഡത്തിലെ അഗ്നി ശിവഭഗവാനായി സങ്കല്പിച്ച് അതിലേക്ക് ചിറ്റമൃതിൻ്റെ വള്ളി, പേരാലിൻ്റെ മുട്ട്, എള്ള്, കറുക, പാല്, നെയ്യ്, പാൽപ്പായസം ഇങ്ങനെ 7 വസ്തുക്കൾ ഓരോന്നും മൃത്യുഞ്ജയ മന്ത്രം ചൊല്ലിക്കൊണ്ട് ഈ ഹോമകുണ്ഡത്തിലേക്ക് ഹോമിക്കുന്നതിനെയാണ് മൃത്യുഞ്ജയ ഹോമം എന്ന് പറയുന്നത്. അനായാസേന മരണം വിനാധൈന്യേന ജീവിതം ദേഹിമത് കൃപയാ ശംഭോ ത്വയി ഭക്തി മചഞ്ചലം. അനായാസേന മരണം, ആരെയും ബുദ്ധിമുട്ടിക്കാതെ മരണം, യാതൊരു ബുദ്ധിമുട്ടുകളുമില്ലാത്ത ജീവിതം, ആപത്തുകളുടെ ശാന്തി ഉണ്ടാവണം. അതിനുവേണ്ടിയാണ് നമ്മൾ മൃത്യുഞ്ജയ ഹോമം നടത്തുന്നത്. അല്ലാതെ മരിക്കാതിരിക്കാനല്ല. ജനിച്ചാൽ ഒരു ദിനം നമ്മളെല്ലാവരും മരിക്കും. പക്ഷേ മരണം എങ്ങനെയുള്ളതായിരിക്കണം? അനായാസേന ആയിരിക്കണം. ഒരു പഴം എങ്ങനെയാണോ അതിൻ്റെ വള്ളിയിൽ നിന്നും മൂത്ത് പഴുത്ത് പാകമായി സ്വാഭാവികമായും അതിൻ്റെ ഞെട്ടിൽ നിന്നും എങ്ങനെ താഴെ പോകുന്നു അതുപോലെ ആയിരിക്കണം നമുക്ക് മരണം സംഭവിക്കേണ്ടത്. മൂത്ത് പഴുത്തെന്ന് പറയുമ്പോൾ പ്രായമായി ആരെയും ബുദ്ധിമുട്ടിക്കാതെ സുഖകരമായി മരിച്ചു പോവുക.
യാതൊരു ആപത്തുകളും ബുദ്ധിമുട്ടുകളും ഇല്ലാതെ ജീവിച്ച് സ്വാഭാവികമായി മരിച്ചു പോവുക. ഇതിനു വേണ്ടിയാണ് നമ്മൾ മൃത്യുഞ്ജയ ഹോമം നടത്തുന്നത്. മൃത്യുഞ്ജയ ഹോമത്തിന് ഉപയോഗിക്കുന്ന 7 വസ്തുക്കൾ ചിറ്റമൃതിൻ്റെ വള്ളി, പേരാലിൻ്റെ മുട്ട, എള്ള്, കറുക, പാല്, നെയ്യ്, പാൽപ്പായസം. ഇവ ഓരോന്നും ഹോമിക്കുന്നതിനും ഓരോ ഫലങ്ങളാണുള്ളത്. ചിറ്റമൃത് ഹോമിക്കുന്നത് രോഗശാന്തിക്കാണ്. പേരാലിൻ്റെ മുട്ട ഹോമിക്കുന്നത് മരണം ഉണ്ടാകാതിരിക്കാനാണ്. നൂറ്റാണ്ടുകളോളം ആയുസ്സുള്ള വൃക്ഷമാണ് പേരാൽ. അതുകൊണ്ട് അതിൻ്റെ മുട്ട ഹോമിക്കുന്നതിലൂടെ മരണത്തെ മാറ്റി നിർത്താം എന്നുള്ളതാണ് ഫലം. എള്ള് കഷ്ടതകളില്ലാതിരിക്കാനും, കറുക ആയുസ് വർദ്ധിപ്പിക്കാനും, നെയ്യ് ആഗ്രഹസാഫല്യത്തിനും, പാല് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ബലം വർദ്ധിപ്പിക്കാനും, പായസം നമുക്ക് എല്ലാ തരത്തിലുള്ള സിദ്ധികളും ലഭിക്കാനുമായിട്ടാണ് ഹോമിക്കുന്നത്. വൈദ്യനാഥനായ ശിവനെ മരുന്നുകൾ ഉപയോഗിച്ച് പ്രീതിപ്പെടുത്തി ആഗ്രഹങ്ങൾ നേടിയെടുക്കുന്നതാണ് മൃത്യുഞ്ജയ ഹോമം. മൃത്യുഞ്ജയ ഹോമത്തിന് ശേഷം പിന്നീട് ഞങ്ങൾ ചെയ്തത് ഭഗവതി സേവയായിരുന്നു. കേരളീയ പൂജാവിധികളിലെ ഏറ്റവും വിശേഷപ്പെട്ട പൂജയാണ് ഭഗവതി സേവ. ഭഗവതിയെ സേവിക്കുക, അതാണ് ഭഗവതി സേവ. നമ്മുടെ ആദ്യത്തെ രക്ഷിതാവ് നമ്മുടെ അമ്മയാണ്. നമ്മൾ ജനിച്ചു വീണ അന്ന് മുതൽ നമ്മുടെ ഓരോ പ്രശ്നങ്ങളിൽ ഇടപെട്ട് നമ്മെ രക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ് അമ്മ. അതുപോലെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റിത്തരുന്നത് പ്രകൃതിയാണ്. അതുകൊണ്ട് ആ പ്രകൃതിയെ മാതാവായി കണ്ട്, ഈശ്വരിയായി കണ്ട് സേവിക്കുക, അതാണ് ഭഗവതി സേവ. പത്മമിട്ട് അതിൽ വിളക്ക് വെച്ചാണ് ഭഗവതി സേവ ചെയ്യുക. ഇടതുഭാഗത്ത് ഗുരുസങ്കല്പത്തിലും വലതുഭാഗത്ത് ഗണപതി സങ്കല്പത്തിലും ഓരോ വിളക്ക് വെച്ച് സ്വസ്തികയ്ക്ക് നടുവിൽ 5 തിരിയിട്ട വിളക്ക് വെച്ച് ആദ്യം ഗണപതിക്ക് നിവേദിച്ച് പൂജ തുടങ്ങി. വിളക്ക് കൊളുത്തി ദേവിയെ ആവാഹിച്ച് പൂജിച്ച് കഠിന പായസം നിവേദിച്ച് ദേവി മഹാത്മ്യം, ലളിത സഹസ്രനാമം എല്ലാം ചൊല്ലി അർച്ചന നടത്തി. ഞങ്ങളെല്ലാവരും ഉറക്കെ ലളിത സഹസ്രനാമം ചൊല്ലിയിട്ടാണ് ദേവിയെ നന്നായി പ്രാർത്ഥിച്ച് ഉപാസിച്ച് പൂജ അവസാനിപ്പിച്ചു. ശേഷം ഞങ്ങളെല്ലാവരും കഠിന പായസവും കുടിച്ച് സുകുമാരൻ ശാന്തിക്കും പരികർമ്മികൾക്കും ദക്ഷിണ വെച്ച് കണ്ണും മനസ്സും നിറഞ്ഞ് ഇങ്ങനെയൊരു ദിവസം ഞങ്ങൾക്ക് നൽകിയ ഞങ്ങളുടെ പൂർവികരെയും മനസ്സിൽ ധ്യാനിച്ച് അവിടെ നിന്നും വിട വാങ്ങി.